ഈ ഇടയ്ക്ക് ഒരു പേഷ്യൻ്റ് ചോദിച്ച കാര്യമാണ് കേട്ടോ. ഡോക്ടറെ, പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ തുണിയുടെ കവറൊക്കെ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാനിക് അറ്റാക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന്. സോ ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യാദേവി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പാനിക് അറ്റാക്കൊക്കെ വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് കവറൊക്കെ യൂസ് ചെയ്ത് ബ്രീത്ത് ചെയ്യുന്നത് ഈ ഒരു പാനിക് അറ്റാക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പോൾ APA പോലെയുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു സംഘടനകളും ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പാനിക് അറ്റാക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് കുറച്ചുകൂടെ സ്ലോ ആക്കാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമെന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനും, നമ്മൾ ഇരിക്കുന്ന സ്ഥലം സേഫ് ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കാനും, ഒപ്പം തന്നെ നമ്മുടെ മനസ്സിനെ കൂടുതൽ റിലാക്സ്ഡ് ആക്കുന്ന റിലാക്സിങ് ടെക്നിക്സ് പോലെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രീ ആകാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനായിട്ടും ശ്രമിക്കുക. പക്ഷേ പലപ്പോഴും പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മെഡിസിൻ തന്നെ, അതായത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. ഹോമിയോപ്പതിയിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്.